കുഞ്ഞുളിയും പോയി. ആ പറഞ്ഞിരുന്നു അത്യാവശ്യമുണ്ടെന്ന്. ഞാൻ പോയി ബില്ലടച്ചു വരാം. ഫാർമസിയിൽ നിന്ന് കുറച്ച് മരുന്നും വാങ്ങാനുണ്ട്. ആ ശരി, പോയിട്ട് വരാം. എന്തിനാ ചേച്ചി പാവം ചേട്ടച്ചനെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്നേ? നമുക്ക് സത്യം ചേട്ടച്ചനോട് മാത്രം പറഞ്ഞാലോ? അയ്യോ, അതിലും ഭേദം ഏതെങ്കിലും പത്രത്തിൽ വാർത്ത കൊടുക്കുന്നതാ. ഒന്നും മനസ്സിൽ വെക്കാൻ കഴിയാത്ത ആളാ അമൃതേട്ടൻ. വിവരം അറിഞ്ഞാലേ ആ നിമിഷം തന്നെ അതെല്ലാവരോടും പറയും. കാണുമ്പോ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ആ എന്ത് ചെയ്യാം, സഹിക്കാതെ പറ്റില്ലല്ലോ. അല്ല പ്രേമിച്ചി, സ്വർണ്ണം എടുത്താൽ താനല്ലെന്ന് ചന്ദ്ര പറഞ്ഞാല് അതെങ്ങനെ തെളിയിക്കുക? ആ സമയത്ത് പ്രേമിച്ചിക്ക് സംസാരിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സംസാരിച്ചു തുടങ്ങും. പക്ഷേ ഒന്നിനും പരസ്പര ബന്ധം ഉണ്ടാവില്ലെന്ന് മാത്രം. പഴയതൊന്നും ഓർമ്മയില്ലാത്ത ഒരാളെ പോലെ ഞാനങ്ങ് പെരുമാറും. അപ്പൊ പിന്നെ എന്നെ ആരും സംശയിക്കില്ലല്ലോ. എന്റെ ഓർമ്മ പോയെന്നുള്ള ആശ്വാസത്തിൽ ചന്ദ്രയും ഇരിക്കും. അങ്ങനെ അങ്ങ് പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഓളെ? സിദ്ധു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോവാ. സത്യത്തില് അതിന്റെ പോലും ആവശ്യമില്ല. വിഷ്ണുവിന്റെ ഭാര്യയാണ് ചന്ദ്ര. ആ സ്ഥിതിക്ക് സിദ്ധുവായിട്ട് നടത്തിയ കല്യാണം അസാധുവാ. നിയമത്തിന്റെ മുൻപില് അതിനൊരു വിലയുണ്ടാവില്ല. അതൊക്കെ എനിക്കും അറിയാം. എന്നെ ഓർത്തല്ലേ എന്റെ പേടി. സിദ്ധുവിനെ നിന്നെ ഓർത്ത. പിടിക്കപ്പെടുമെന്നായാൽ എന്തും ചെയ്യാൻ അവർ മടി കാണിക്കില്ല. എന്നെ തലയിടിപ്പിച്ച് വീഴ്ത്താൻ ശ്രമിച്ചവർക്ക് ഇനി എന്തു ചെയ്യാനാ പറ്റാത്തത്? തന്ത്രപൂർവ്വം നീങ്ങണം. ഇനി ഒരു പിഴവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ കഷ്ടപ്പെടുത്തിയനെ ചന്ദ്രക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിലോട്ടൊന്ന് ചെന്നോട്ടെ. എന്റെ തിരിച്ചടി അവള് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ചേച്ചി എന്ത് വേണേലും ചെയ്തു, ഞാൻ കൂടെ തന്നെയുണ്ട്. അതാ എന്റെ ബലം, എന്റെ ധൈര്യവും ആശ്വാസവും. എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? പ്രേമ വീട്ടിലേക്ക് വരാൻ പോവല്ലേ? വീട്ടിൽ വന്നാ അവർ അസുഖം ഭേദപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാ. പോയ ഓർമ്മ അതുപോലെ തിരിച്ചു വരും. അത് നടക്കരുത്. അതിനൊരു വഴിയാണ്. കൊല്ലാനാണോ? അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. വേണ്ടി വരും. പിന്നെ ഇപ്പോ ഒരു തടയിടൽ. ഓർമ്മയെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. റോഡിലെ ബ്ലോക്ക് പ്രേമയുടെ ഞരമ്പില് നമ്മൾ ഉണ്ടാക്കും. എങ്ങനെയെന്നും കൂടി പറ. ഈ ഗുളിക എന്തിനുള്ളതാണെന്ന് മനസ്സിലായോ? മെഡിസിൻ അല്ല, ലോയാ പഠിച്ചത്. ഞാനിത് രണ്ടും പഠിച്ചിട്ടില്ല. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാ ജീവിതം. അവിടുന്ന് PhD എടുത്ത ആളാ ഞാൻ. ഇത് മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന ഗുളിക. ഇത് കഴിച്ചാ അങ്ങനെ മയങ്ങിക്കിടക്കും. മാനസിക രോഗം ഇല്ലാത്തവരാണ് കഴിക്കുന്നെങ്കിലേ അവർക്ക് രോഗം വരും. പിന്നെ ഒരിക്കലും അങ്ങനൊരാൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടില്ല. കുഴപ്പാവോ? എന്ത് കുഴപ്പം? പ്രേമയെ തലക്കടിച്ച് വീഴ്ത്താൻ കാണിച്ച ധൈര്യത്തിന്റെ പകുതി ധൈര്യം മതി ഇതിന്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമല്ലോ. പെടുന്നതേ ചന്ദ്രയാ. നീയും പെടും. പ്രേമയെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതിനും സ്വർണം പകുതി എടുത്തതിനും. ഓ, ഇതിലും വലിയ പ്രശ്നങ്ങളിൽ നിന്നും പുല്ലുപോലെ രക്ഷപ്പെട്ടവനാ ഞാൻ. എനിക്ക് ഇതൊക്കെ നിസാരമാണ്. അതുപോലെയല്ല ചന്ദ്ര എന്ന് നീ പേടും. നിനക്കതിൽ നൂരി പോരാൻ പറ്റില്ല. പേടിപ്പിക്കല്ലേ? പേടിപ്പിച്ചല്ല, മുന്നറിയിപ്പ് തന്ന. എല്ലാത്തിനും രക്ഷപ്പെടാനുള്ള ഒരു ഒറ്റമൂലിയ ഈ മരുന്ന്. ധൈര്യമായിട്ട് കൊണ്ടുപോകൂ.
ഞാൻ കൊടുക്കുന്ന മരുന്ന് അവർ കഴിക്കുമെന്ന സംശയം. ഭക്ഷണത്തിൽ പൊടിച്ചു കൊടുത്താലും മതി, ഇതകത്ത് ചെല്ലണം, അത്രേ വേണ്ടൂ. മനസ്സിലായി. ആ ചന്ദ്രേ, ഈ ദാമ്പത്യത്തിൽ പോലും സ്വയം എടുത്ത് കഴിക്കരുത്. കഴിച്ചാ പിന്നെ മെന്റൽ ഹോസ്പിറ്റലായിരിക്കും നീ കിടക്കുന്നത്. ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം, മരുന്ന് കൊടുക്കുന്നതിൽ മാത്രമല്ല സൂക്ഷിക്കുന്നതിലും. മറ്റാരും കണ്ണിൽ ഇത് പെടരുത്, പ്രത്യേകിച്ച് ദേവികയുടെ. അവളുടെ കയ്യിൽ പെട്ട എന്തിനുള്ള മരുന്നാണെന്ന് അവൾ തിരിച്ചറിയും. അത് സംഭവിക്കാൻ പാടില്ല. മനസ്സിലായി. ശ്രദ്ധിച്ചോളാം. ആ